വലിയ ശൂന്യത തന്നെയാണ് അനുഭവപ്പെടുന്നത്. നടൻ മമ്മൂട്ടിയുടെ ഓർമ്മക്കുറിപ്പ് വന്നതുണ്ട്. ചിലരെങ്കിലും പറയാറുണ്ട് MT ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന്. കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു എന്നാണ് മമ്മൂട്ടി കുറിക്കുന്നത്. കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു. സ്നേഹിതനെപ്പോലെ, സഹോദരനെപ്പോലെ അത് പെരുകി. 4-5 മാസം മുൻപ് എറണാകുളത്തൊരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കുന്നില്ലിപ്പോൾ. ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ 2 കൈകളും മലർത്തി വെക്കുന്നു. രഞ്ജിത്ത്, അത് തന്നെയാണ് മമ്മൂട്ടി വൈകാരികമായി തന്നെയാണ് ആ കുറിപ്പെഴുതുന്നത്. നമുക്കറിയാം MTയുടെ നിരവധി കഥാപാത്രങ്ങൾക്ക് മമ്മൂട്ടി ജീവൻ നൽകിയത് നമുക്കറിയാം. അങ്ങനെ ഈ കൈകൾ മലർത്തി വെക്കുന്നു എന്ന് മമ്മൂട്ടി കുറിച്ചതുപോലെ തന്നെയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വായനക്കാരനും MTയെ എന്തെങ്കിലുമൊക്കെ ഓർത്തെടുക്കാനുണ്ട് എന്നതാണ്. അടുത്തറിഞ്ഞവരുണ്ട്, അകലെ നിന്ന് നോക്കിക്കണ്ടവരുണ്ട്, വായിച്ചറിഞ്ഞവരുണ്ട്. MT എന്ന 2 അക്ഷരം കൊച്ചുകുട്ടികൾക്ക് പോലും അവരുടെ പാഠപുസ്തകങ്ങളിലെ ഒരു കഥയായെങ്കിലും ഓർമ്മയിലുണ്ടാകുമെന്നതാണ്. വിനീത, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഥകൾ, ചെറുകഥകൾ അതൊക്കെ അറിഞ്ഞും അറിയാതെയും ഒക്കെ മലയാളിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് MTയുടേതാണെന്ന് അറിയാതെ പോലും പലപ്പോഴും അത് സ്വാധീനിച്ചിട്ടുണ്ടാകും. അത് സിനിമയിലൂടെ ആവാം, തിരക്കഥയിലൂടെ ആവാം, കേട്ട് പഴകിയ കഥകളിലൂടെ ആവാം. ഇപ്പോൾ കുട്ടിയെടുത്തി വിലാസിനി എന്ന് പറയുന്നൊരു കഥാപാത്രം, ആ കുട്ടിയെടുത്തി എന്ന് പറയുന്ന മലയാള സിനിമ ഇതപര്യന്തം കണ്ടിട്ടില്ലാത്ത ഒരു നായികാ പരിവേഷത്തെ കൊണ്ടുവന്ന് ആ കുട്ടിയെടുത്തി എന്നൊരു കഥാപാത്രത്തെ ചെറുകഥയിൽ സൃഷ്ടിച്ച് അത് അഭ്രപാളിയിൽ അനശ്വരമാക്കും ുമ്പോൾ മലയാളികളുടെ ജീവിതത്തിൽ കഥ വായിക്കുന്നവനും എഴുത്തു വായിക്കുന്നവനും സിനിമ കാണുന്നവനും ഒക്കെ MT എന്ന് പറയുന്ന 2 അക്ഷരത്തെ പരിചയപ്പെടാനും അറിയാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ അവസരമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ സമസ്ത മേഖലകളെയും സമഗ്രമായി സ്വാധീനിക്കുകയും സ്പർശിക്കുകയും ചെയ്തൊരു എഴുത്തുകാരൻ എന്ന് വേണം